സെൻ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് സീരിയസ്നെസ്സിനെ കുറിച്ച്. സീരിയസ്നെസ് ഡിസ്ട്രോയ്സ് ഓൾ ദ ഫ്ലവേഴ്സ് എന്ന് പറയുന്നു. ഇറ്റ് ക്യാൻ ടേക്ക് അവേ അവർ ജോയ്, ലാഫ്റ്റർ ആൻഡ് സ്മൈൽ. ഇത്തരത്തിൽ സീരിയസ്നെസ് ആവുന്ന ഒരാൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സാധകൻ, അയാൾ ചെയ്യുന്ന ശ്രദ്ധയോടെ ചെയ്യുന്ന കാര്യങ്ങൾ, മൈൻഡ്ഫുൾനെസ്, ഇതെല്ലാം എങ്കിലും ഒരു സീരിയസ് ആക്ട് അല്ലേ എന്നുള്ള കാര്യമാണ്. അത് സത്യത്തിൽ നിന്നും സീരിയസ് ആക്ട് എപ്പോഴും നമ്മളെ മാറ്റി നിർത്താൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. അത് എന്താണെന്ന് വിശദമാക്കുന്നു. സീരിയസ്നെസ്സിനെ കുറിച്ച് പൊതുവെയുള്ള ധാരണ എന്ന് പറയുന്നത് ഈ ബോധവുമായിട്ട് ചേർന്ന് പൗരുഷമായിരിക്കുന്ന ഒരു സാധനാമാർഗത്തിനകത്ത് സീരിയസ്നെസ് ഉണ്ടാകും എന്നുള്ളൊരു ധാരണയാണ് പൊതുവേ ഉള്ളത്. ഈ നമ്മളെ ആശ്രമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ ഒരുപാട് പേരെ കാണാൻ പറ്റും. അവർ ജീവിതത്തിലെ പലതരത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ട് പരിപരുക്കൻ മനസ്സ് ഉണ്ടാക്കിയെടുത്തവരായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ജീവിതത്തിൻ്റെ അന്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ആത്മീയതയെ പൊതുവെ കാണുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് അന്യമായിരിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ ഒരു ആത്മീയ സാധനയ്ക്കായിട്ട് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ചുകൂടി പരുക്കനായ സ്വഭാവത്തോടുകൂടി അവർ സീരിയസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇത് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആത്മീയത എന്ന് പറയുന്നത് തികച്ചും വിരസമായിരിക്കുന്ന ഒരു വിഷയമായിട്ടങ്ങ് മാറുന്നു. കാരണം അതുമായിട്ട് ബന്ധപ്പെടുന്നവരൊക്കെ മുഖം വലിച്ചു കെട്ടി നടക്കുന്നവരാണ്. ചിലർ ഈ വ്രതമൊക്കെ നോക്കുന്ന സമയത്ത്, ഏകാദശി വ്രതം അല്ലെങ്കിൽ ഒരു മാസമുള്ള വ്രതം ഒക്കെ നോക്കുന്നവർ സീരിയസ് ആയിരിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഞങ്ങൾ കോടതി പ്രാക്ടീസ് ചെയ്യുമ്പം ചില ജഡ്ജിമാർ നൊയമ്പ് നോക്കുന്ന സമയമാണെങ്കിൽ പൊതുവേ നല്ല റെസ്പോൺസ് കിട്ടാറില്ല. അതായത് എന്തൊക്കെ പറഞ്ഞ് പ്രസൻറ്റ് ചെയ്താലും അവർക്ക് വളരെ ഒരു അസ്വസ്ഥമായിരിക്കുന്ന മാനസികാവസ്ഥയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ, അല്ലാത്തവരുമുണ്ട്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് അവരുടെ ശാരീരികമായിരിക്കുന്ന ശരീരമായിരിക്കുന്ന വ്യത്യാസം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാനസികമായിട്ടും പ്രതിഫലിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രതിഫലനം കൊണ്ട് അവരടിസ്ഥാനപരമായ ഒരു ഹ്യൂമൻ വാല്യൂ അവർക്ക് നഷ്ടപ്പെടുന്നു. ഹ്യൂമൻ വാല്യൂ എന്താണ് എന്ന് ചോദിച്ചാൽ പാരസ്പര്യമാണ്, ടുഗദർനെസ് എന്ന് പറയുന്നത് ഈഗോയുടെ ഓപ്പോസിറ്റാണ്. ഈഗോ ഒരിക്കലും കൂട്ടുകൂടാൻ സമ്മതിക്കില്ല, സംഘം ചേരാൻ സമ്മതിക്കില്ല, ഒന്നിൻ്റെ കൂടെ ഇഴുകിച്ചേരാൻ സമ്മതിക്കില്ല. എവിടെയാണോ ഈഗോ നശിക്കുന്നത് അവിടെ നമുക്ക് ഒരു സമൂഹത്തിനോട് ചേരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങിയാലും നമ്മൾ പ്രത്യേകമായിട്ട് നിൽക്കുന്ന ആളാണെന്ന് നമുക്ക് തോന്നിക്കൊണ്ട് നമ്മുടെ വേഷഭൂഷാദികൾ വഴിയോ അല്ലെങ്കിൽ സ്വഭാവ രീതികൾ കൊണ്ടോ അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ കൊണ്ടോ ഒക്കെ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തത പുലർത്തി തനിയെ നിൽക്കും, ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കും. എന്നാൽ അകത്ത് നല്ലൊരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമൂഹത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ആൾക്കൂട്ടത്തിലുള്ള ആൾക്കാരിൽ ഓരോരുത്തരും തന്നെ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു സംഘർഷം അകത്ത് വലിയ ക്രൗഡും ബഹളവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വെളിയിൽ വളരെ ശാന്തനായിട്ട് കാണിക്കുകയും ഇതിനൊക്കെ ഞാൻ അന്യനാണ് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യും. പണ്ട് രാമകൃഷ്ണദേവൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നത്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. രാമകൃഷ്ണദേവൻ ഒരിക്കൽ കൽക്കട്ടയിൽ നഗരത്തിൽ പോയപ്പോൾ അദ്ദേഹം നടന്ന് ഒരു ഇടവഴി കൂടി പോകുമ്പോൾ അവിടെ ഒരു മദ്യശാലയിൽ കുറേ മദ്യപന്മാർ നൃത്തം ചെയ്യുന്നത് കാണും. രാമകൃഷ്ണദേവൻ അത് കണ്ട് അതിയായ ഹർഷോന്മാദം ഉണ്ടാവുകയും അദ്ദേഹം ആ പരമാനന്ദത്തോടു കൂടി അതിനിടയിൽ പോയി നൃത്തം ചെയ്യുകയും ചെയ്യും. അങ്ങനെ നൃത്തം ചെയ്യുമ്പോൾ അവർ വിചാരിച്ചു, ഈ മദ്യപന്മാർ വിചാരിച്ചു ഇതെന്തോന്നോ കൂടിയ സാധനം അടിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചു. അത് ഇത്ര നന്നായിട്ട് എന്ന് വിചാരിച്ചു എന്ന് ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം വളരെ അപൂർവമായിട്ടേ നഗരത്തിൽ പോയിട്ടുള്ളൂ. നഗരത്തിൽ പോവുകയും അവിടെ
ഭക്ഷണം വേറെ ആരെങ്കിലുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ എൻ്റെ സമയമായി എന്ന് മനസ്സിലാക്കിക്കൊള്ളുമെന്ന് അദ്ദേഹം സഹധർമ്മിണിയോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ അവസാന കാലഘട്ടത്തിലാണ്, കിടപ്പാകുന്നതിന് തൊട്ട് മുമ്പും കണ്ടുമാണ് അദ്ദേഹം തോന്നുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെ കാണാൻ വേണ്ടി, പൂർണ്ണൻ എന്ന് പറഞ്ഞ ശിഷ്യനുണ്ടായിരുന്നു. ഈ പൂർണ്ണനെ വരുത്തിച്ച് കാണാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പൂർണ്ണനെ വീട്ടിൽ നിന്ന് വിടാതായി. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അപഖ്യാതികൾ ആ സമയത്ത് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നല്ല സൽസ്വഭാവിയല്ല എന്നൊക്കെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പരത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പൂർണ്ണനെ അങ്ങോട്ട് വിടില്ല എന്ന് വീട്ടുകാർ തീരുമാനിച്ചു. അപ്പോൾ മഹേന്ദ്രനാഥ ഗുപ്തൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ്റെ ഇവിടെ രാമകൃഷ്ണദേവൻ അവിടെ വന്നിരുന്നു കൊണ്ട് പൂർണ്ണനെ അങ്ങോട്ട് കൊണ്ടുവന്ന് കണ്ടു എന്നുള്ളതാണ്. മഹത്തായ ജന്മങ്ങളാണ്, അല്ലാതെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ. ആ കാണാൻ വേണ്ടി വരുന്ന വരവിനാണ് ഈ പറഞ്ഞ മദ്യശാല കയറി ഡാൻസ് കളിച്ചതൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപൂർവമായിട്ട് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു ബുദ്ധൻ്റെ ലക്ഷണമാണ്. ഏത് സമൂഹത്തിൽ ചെന്നാലും ആ സമൂഹമായിട്ട് ഇടപഴകാൻ പറ്റുക എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. നമ്മുടെ ഈഗോ വളരെ വികസിതമായിരിക്കുന്ന സമയത്ത് അത് നടക്കില്ല. ഈഗോയ്ക്ക് ശാരീരികമായിരിക്കുന്ന ധർമ്മങ്ങളുണ്ട്, അതൊരിക്കലും നമ്മളതിനെ തള്ളിപ്പറയാൻ പാടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ. അപ്പോൾ ഈഗോയുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരീരത്തിന് പലപ്പോഴും പല കൂട്ടുകെട്ടുകളും ഇല്ല. ചില സാഹചര്യങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കും, ചില പരിതസ്ഥിതികൾ ഇഷ്ടപ്പെടാതിരിക്കും, വാതാവരണങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കും. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ശരീരത്തിനുമായിട്ട് ചേർന്നിരിക്കുന്ന ഈഗോ പലതും തീരുമാനിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനെ ലംഘിച്ചുകൊണ്ട്, അതിക്രമിച്ചുകൊണ്ട് ഇടപഴകാൻ സാധിക്കുക എന്നുള്ളത് അവനവൻ്റെ ഇച്ഛാശക്തിയാണ്. ആ ഈഗോയുടെ പ്രോംപ്റ്റിങ്ങിനെ, ഈഗോയുടെ ആ പ്രേരണയെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നൃത്തം ചെയ്യുന്ന സമയത്തും ഇത് തന്നെയാണ്. സമൂഹമായിട്ട് നൃത്തങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഈഗോ വലിയ ബ്ലോക്കായിട്ട് നിൽക്കും. ഞാൻ നൃത്തം ചെയ്യണോ? ഞാൻ നൃത്തം ചെയ്ത ആളുകൾ എന്ത് വിചാരിക്കും? ഞാൻ ഊതിക്കെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ, ഒരു രൂപവും ഭാവവും ഒരു അഡ്രസ്സും സ്റ്റാറ്റസും വെയിറ്റ് ഉണ്ടെങ്കിൽ വളരെ പാടുപെട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് സമൂഹത്തിൽ വില. അത് പൊപ്പോകുമോ എന്നുള്ള പേടിയുണ്ട്. ഒരിക്കലും അതിലോട്ട് വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിൽക്കുന്ന അവസ്ഥ നമ്മൾ ഇഷ്ടംപോലെ കാണാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ കപടമായിരിക്കുന്ന ഗൗരവത്തിൻ്റെ സന്തതികളാണ്. ഈ പറഞ്ഞതെല്ലാം യഥാർത്ഥ ഗൗരവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാറിപ്പോൾ ചോദിച്ച സീരിയസ്നെസ് എന്ന് പറയുന്നത് ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഗുരുത്വം എന്നാണ് ഗ്രാവിറ്റിയുടെ മലയാളത്തിലെ കറുത്ത ഗ്രാവിറ്റേഷൻ. നമ്മൾ മലയാളത്തിൽ, സംസ്കൃതത്തിൽ സാമൂഹിക പാഠത്തിൽ സാറ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഗുരുത്വം എന്നാണ് പറയുന്നത്. ഭൂഗുരുത്വം എന്നാണ് ഗ്രാവിറ്റേഷനെ കുറിച്ച് പറയുന്നത്. ഗ്രാവിറ്റി എന്ന് പറയുന്ന ഗൗരവവും ആ ഒരേ വാക്കിൽ നിന്നുണ്ടാകുന്നതാണ് അത് ഗൗരവം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗുരുത്വമാണ്. ആന്തരികമായിരിക്കുന്ന ഗുരുത്വം കൊണ്ടാണ് ഗൗരവം യഥാർത്ഥത്തിലുണ്ടാകുന്നത്. ആ ഗൗരവം എന്ന് പറയുന്നത് ആന്തരികം മാത്രമാണ്, വെളിയിൽ കാണിക്കാനുള്ളതല്ല. വെളിയിൽ പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വലിച്ചു കെട്ടി വയ്ക്കാതെ വളരെ തന്മയത്വത്തോടു കൂടി പെരുമാറുന്ന ഒരു സ്വഭാവമായിരിക്കും അവർക്ക് കാണാൻ സാധ്യതയുള്ളത്. അതല്ലാതെ ആധ്യാത്മികമായിരിക്കുന്ന ഉയർച്ചയുണ്ടെന്ന് ഭാവിക്കുന്നവർ, സാധകരാണെന്ന് ഭാവിക്കുന്നവർ, തൻ്റെ ഗുരുവിൻ്റെ പ്രിയ ശിഷ്യന്മാരാണെന്ന് ഭാവിക്കുന്നവരൊക്കെ ഒരു വെയിറ്റിട്ട്, മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വെയിറ്റിട്ട് നിൽക്കുക എന്നൊരു സ്വഭാവമുണ്ട്. നമുക്ക് സഹതപിക്കാനേ പറ്റുള്ളൂ. കാരണം സഹതാപം തോന്നാം അവരോട്. കാരണം അവരവരുടെ ജീവിതം അവർ ചിലപ്പോൾ ഒളിച്ചു പോയെന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും, അറിയാൻ പോകില്ല. ഈ സമൂഹത്തിൽ ഇത്രയും ഊതി കെട്ടി വെച്ചിട്ട് രഹസ്യമായിട്ട് പോയെന്ന് ചിരിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞോളൂ. നമ്മുടെ ഒരു സുഹൃത്താണ് അത് എനിക്ക് കളിയാക്കി പറഞ്ഞ ഒരാളെ വെച്ച്, ഭയങ്കര സീരിയസ് ആണ് അയാൾ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ, പക്ഷേ രഹസ്യമായിട്ട് അയാൾ റൂമിൽ പോയി ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു തമാശയാണ്. അതുപോലെ പ്രകടമായിട്ട് സീരിയസ്നെസ് കാണിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു തരം രോഗമാണ്. അതിൽ വരെ എത്തിയപ്പോൾ ഒരു രോഗവും കൂടെയാണ്, ഒരു ഡീവിയേഷനാണ്, മാനസികമായിരിക്കുന്ന ഒരു രോഗമാണ്. മാനസികമായിട്ട് നമ്മുടെ നീഡുകളെക്കുറിച്ച് ഇത് മനഃശാസ്ത്രജ്ഞന്മാർ പറയുമ്പോൾ ഒരു കമ്മ്യൂണൽ സൊസൈറ്റി കൂടി വന്ന് സൊസൈറ്റിയിൽ ഒരു ബഹുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു നീഡ് വന്നു കഴിയുമ്പോൾ ആ നീഡിന് വേണ്ടി അവൻ എന്തെങ്കിലുമൊക്കെ സർക്കത്ത് കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കാണിക്കുന്ന കസർത്തുകളിൽ ഒന്നായിട്ടാണ് ഈ സീരിയസ്നെസ്സിനെ നമുക്ക് എടുക്കുന്നത്. അതൊരു
താൽക്കാലികം നമുക്ക് ബോധത്തിൻ്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് താൽക്കാലികമായിരിക്കുന്ന ഒരു രോഗം തന്നെയാണ്. ആ രോഗം ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതല്ല. അത് അനുഭവങ്ങൾ കൊണ്ട് മാറും. എനിക്കറിയാവുന്ന ഒരു സന്യാസി വര്യനുണ്ട്. അദ്ദേഹം വളരെ സീരിയസ് ആയിരുന്നു. വളരെ കടുത്ത ഭാഷയിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ശയ്യാവലംബിയായി കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞതോടുകൂടി അദ്ദേഹം രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷെ അതിനുശേഷം അദ്ദേഹം കുറച്ചുകൂടെ നർമ്മബോധമുള്ളവനും സൗഹൃദം സൂക്ഷിക്കുന്നത്, എല്ലാവരോടും തന്മയത്വത്തോടുകൂടി പെരുമാറുന്നവരും ഒക്കെ ആയി മാറി. ഒരു പക്ഷേ ആ അസുഖം അദ്ദേഹത്തെ പഠിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഗൗരവം സാർ ഉദ്ദേശിച്ചത്, സീരിയസ്നെസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ തന്നെ ഒരു മിഥ്യാധാരണയിൽ നിന്നാണ് അതുണ്ടാകുന്നത്. നമ്മൾ സീരിയസ് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ ഒരു വില കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നൊരു സമൂഹത്തിൽ, പ്രവർത്തിക്കുന്നൊരു സംഘത്തിൽ സീരിയസ് ആയിട്ട് താടിയൊക്കെ വളർത്തി. പണ്ട് അങ്ങനെയായിരുന്നു. പണ്ട് പൊതുവേ ഈ ആത്മീയ ജീവികളെല്ലാം തന്നെയും കാഷായം ധരിക്കുക, താടി വളർത്തുക, ജടാധാരികളാവുക, ജട വളർന്നില്ലെങ്കിൽ ഈ ചില മരങ്ങളിലെ കറ ഉപയോഗിച്ച് ജട ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള തമാശകളെല്ലാം കാണിച്ചുകൊണ്ടാണ് പലരും കഴിഞ്ഞുകൂടിയത്. അപ്പം അതുപോലെ ഒരു സീരിയസ്നെസ് കാണിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഹിതമായിരിക്കുന്ന ഗൗരവം അതിനെ വേണമെങ്കിൽ വിളിക്കാം. കേവലമായ ഗൗരവത്തിന് പകരം ഒരു സംഹിതമായ ഗൗരവം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് ലേബേർഡായിട്ടുള്ള സീരിയസ്നെസ്. മറ്റേത് വളരെ ഒറിജിനലായിട്ടുള്ള സീരിയസ്നെസ്, സ്പോണ്ടേനിയസ് സീരിയസ്നെസ്. അപ്പോൾ അത് ഉണ്ടാകുക എന്നുള്ളതിന് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിവുണ്ടായാൽ മാത്രമേ അതുണ്ടാവുള്ളൂ. ഒന്ന്, തന്നിൽ നിന്ന് ഭിന്നമായിട്ടൊന്നും തന്നെ ഇല്ലയെന്ന് തിരിച്ചറിയുന്നവന് സീരിയസ് ആയിരിക്കാനേ പറ്റില്ല. നമ്മുടെ ദേഹത്തൊരു വേദന ഉണ്ടാകുകയാണെങ്കിൽ ആ വേദനയുടെ അനുതാപപൂർവ്വം നമ്മളത് നോക്കുകയും അനുഭവിക്കുകയും ആ ഭാഗത്ത് തടവി കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ആ വേദനയെ മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഏത് വ്യക്തിയുടെയും അസ്വാരസ്യങ്ങളെ തൻ്റെ തന്നെ ദേഹത്തുണ്ടാകുന്ന അസ്വാരസ്യങ്ങളായിട്ട് കണ്ടുകൊണ്ട് ക്ഷമിക്കാനും അതുകൊണ്ട് തന്നെ അത് പൊറുക്കാനും അത് കാണിക്കാതിരിക്കാനും ഒക്കെയുള്ള കഴിവ് സ്വാഭാവികമായിട്ടും തന്മയീഭാവത്തിലിരിക്കുന്ന ഒരു ബുദ്ധനെ സംബന്ധിച്ച് സാധ്യമാണ്. എന്നാൽ തന്മയീഭാവത്തിലിരിക്കുന്ന ബുദ്ധൻ ആരെയും ശാസിക്കാതിരിക്കുമോ? അങ്ങനെയില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു കളയരുത്. ശാസന മാത്രം കേട്ട് പരിചയമുള്ള ആൾക്കാർക്ക് അവർക്ക് ശാസന ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ശാസന വളരെ കടുത്ത ശാസനകൾ തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷെ അതൊന്നും ആന്തരികമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സത്തയെ സ്പർശിക്കുന്നതല്ല. അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ബാഹ്യമായിരിക്കുന്നൊരു പടലമാണ്. ആ പടലത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അദ്ദേഹം അതിൽ ഇന്നർ ടെർമോയിലൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ തന്നെ കൂളായിട്ട് അടുത്ത സെക്കൻഡ് അദ്ദേഹം മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കുന്ന കാണാം. ചിലർക്ക് അതാവശ്യമാണ്. കാരണം ചിലർക്ക് അത് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്നുള്ള ശീലമുള്ളവരുണ്ട്. ഒരുപക്ഷെ ഒരിക്കലും സ്വന്തം വീട്ടിലൊരിക്കലും ഒരു കടുത്ത വിരട്ട് പോലും കേട്ട് പഠിച്ചിട്ടില്ലാത്തവർക്ക് ഈ വിരട്ട് നന്നായിട്ട് ഏൽക്കുകയും ചെയ്യും. കാരണം വേറൊന്നുമല്ല, അവർ കേട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ചെറിയ വിരട്ട് വരുമ്പോൾ തന്നെ അവർ പേടിച്ചു പോകും. അതുകൊണ്ട് ഞാൻ ഇന്നലെ നമ്മുടെ സ്കൂളിൽ, ഞങ്ങളുടെ 1980 പാസ് ഔട്ട് ചെയ്ത സ്കൂളിൻ്റെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അതിന് പോയിരുന്നു. മദ്യപാനികളും മാംസബുക്കുകളും ആയിരിക്കുന്ന ഒരു സംഘത്തിലാണ് പോയത്. അതിനകത്ത് ഏറ്റവും രസം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വളരെ ശിക്ഷകനായിരിക്കുന്ന ഒരു അധ്യാപകനെ അവിടെ അദ്ദേഹമായിരുന്നു. 91 വയസ്സായി, ശ്രീധരനാഥ് സാർ എന്ന് പറയും. അദ്ദേഹം കോമ്പസ് വെച്ച് ഇവിടെ കുത്തുമായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ ഇന്നലെ അദ്ദേഹം താഴെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടുകാരെല്ലാം പറയുന്നത്, സാറിൻ്റെ ഈ കോമ്പസ് ഉണ്ടോ എന്ന് നോക്കിക്കോണം. അങ്ങനെ അപ്പം അദ്ദേഹം പിന്നെ സ്കൂളിൽ ഈ തുടക്കം ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു. നെല്ലിമൂട് ഗവൺമെൻറ് പണ്ട് ശ്രീ ചിത്രോദയം എന്ന് പറയുന്നൊരു സ്കൂളായിരുന്നു. എനിക്ക് മനസ്സിലായില്ല, നെല്ലിമൂട് ഗവൺമെൻറ്
ശ്രീ ത്രിവേദി സ്കൂളിൽ തുടങ്ങി അവിടെ വളരെ സ്റ്റാൻഡേർഡായിരുന്നു. അപ്പോൾ അവിടെയുള്ള ശിക്ഷാ നടപടികൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു സാറ് ചുമ്മയല്ല ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സാറെന്തായാലും ഒരു കുമ്പസാരം പോലെ പറഞ്ഞതുപോലെ രസകരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഇരട്ടപ്പേര് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൂർവികന്മാർ. ഞങ്ങളല്ല, നമ്മുടെ പൂർവികന്മാർ നല്ല ഇരട്ടപ്പേര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പറയുന്നത് ശരിയല്ല, ഗുരുദോഷമായിട്ടും പറയുന്നില്ല. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നമുക്ക് ശിക്ഷ അനുഭവിച്ചിട്ടില്ലാത്തവർക്ക്, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഏതെങ്കിലും ഒരു മേലധികാരിയോ അല്ലെങ്കിൽ ഒരു ഗുരുവോ ഒക്കെ ശിക്ഷിച്ചാലൊന്നും നമുക്കൊന്നും തോന്നുന്നില്ല. കാരണം നമ്മൾ സ്കൂളിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതൊന്നും ഇല്ലാതെ വീട്ടിൽ താലോലിച്ച് വളർത്തുകയും, സ്കൂളിലിപ്പം താലോലിക്കാനല്ല വേറെ നിവൃത്തിയൊന്നുമില്ല. സ്കൂളിലിങ്ങനെ വളരുകയും ചെയ്യുന്ന ഏകന്മാരുണ്ടല്ലോ, ഒറ്റ ആൺമക്കളോ ഒറ്റ പെൺമക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ ശിക്ഷണങ്ങൾ സ്വീകരിക്കാൻ. അപ്പോൾ അവരവരുടേതായ ഒറ്റപ്പെട്ട ലോകങ്ങളിലായിരിക്കും അവർ വിരാജിക്കുന്നത്. അവരിലെ ലോകത്തേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ നോക്കും. അവർക്ക് മറ്റേ ലോകമായിട്ട് ചേരാൻ അറിയില്ല. അപ്പം നമ്മുടെ ലോകത്തിനെ ഭേദിച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ നമ്മുടെ സാമൂഹ്യ ധർമ്മം. അതാണ് ബോധത്തിലേക്കുള്ള യാത്രയിൽ ഒരു സാധനയിലൊക്കെ പ്രധാനമായിട്ട് അതിന് എൻ്റെ ഗുരു പറയുന്നത് സംഘനീതി എന്നാണ്. സംഘനീതി എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സംഘവുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരു എത്തിക്കലായിട്ടുള്ളൊരു പ്രൊപ്രൈറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രൊപ്രൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾ സംഘവുമായിട്ട് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സംഘത്തിൽ നിന്ന് മാറി നിൽക്കുക, നമ്മൾ പ്രത്യേകം നിൽക്കുക. ഞങ്ങളുടെ ഈ സാധക സംഘം ഇവിടെ ആരംഭിച്ചപ്പോൾ 95-ൽ, ക്ഷമിക്കണം 90-ൽ, വീണ്ടും ക്ഷമിക്കണം 89-ൽ. അപ്പോൾ അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ വെള്ളത്തിൽ ഓയിൽ തെളിക്കുമ്പം ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് പടലമായിട്ട് നിൽക്കില്ലേ, അങ്ങനെ നിൽക്കരുത് ആണ്. ഒരേപോലെ പടർന്ന് നിൽക്കണം. അപ്പം സാധാരണ സാധക സംഘമൊക്കെ ആയതുകൊണ്ടും പൊതുവേ അതുകൊണ്ടുള്ള അഹങ്കാരം ഉണ്ടാകുന്നതുകൊണ്ടും സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനൊരു പ്രത്യേകത കീപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടായിരുന്നു താനും, അങ്ങനെ പലർക്കും അങ്ങനൊരു ബോധം ഉണ്ടായിരുന്നു താനും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഓയിൽ തളിക്കുമ്പോൾ അതിങ്ങനെ പ്രത്യേകം നിൽക്കുന്ന പോലെ നിൽക്കരുത്, ഒരുമിച്ച് പടർന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. അത് എക്സാക്ട്ലി ആ വാക്കാണ് ഉപയോഗിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ടത്. കാരണം വേറൊന്നുമല്ല, അന്നൊക്കെ ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ഒരു തൈലം തെളിക്കാൻ വേണ്ടി വരും, ക്രൂഡ് ഓയിലും കൊണ്ടുവരും. സാറിനൊക്കെ അറിയാമോന്നില്ല, തിരുവനന്തപുരം ജില്ലയിൽ സിറ്റി താമസിച്ചവർക്കറിയാം. ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് തളിച്ചിട്ട് ഒരു തൊട്ടിയിൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് അവരൊക്കെ ഈ വീട്ടിൻ്റെ പുറകെയുള്ള ഓട, മാൻഹോള് അവിടെയൊക്കെ തളിച്ചിട്ട് പോയിട്ട് ഒരു ഒപ്പിട്ട് വാങ്ങി ഒരു ബുക്കിനകത്ത്. അപ്പോൾ അതുമാത്രം ഒപ്പിടാനുള്ള അവകാശമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. വേറെ ഒന്നും ഒപ്പിടാൻ പോലില്ലല്ലോ. പക്ഷേ അത് കാരണം ഞാനിത് കാത്തിരിക്കുമായിരുന്നു, ഇയാൾ വരണതും കാത്ത്. കാരണം നമുക്കൊരു ഒപ്പ് പാസ്സാക്കാം. ഒരു ചെറിയ ബുക്കുണ്ട്, അതിൽ പെൻസിൽ വെച്ചിട്ടുണ്ട്, ആ പെൻസിലിട്ട് ഒപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഒപ്പിടാൻ അറിഞ്ഞൂടാ, എന്നാൽ പോലും ഒപ്പിട്ട് കൊടുക്കുന്ന വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹം ഈ വരുന്ന അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ഞാൻ കൗതുകത്തോടെ പോകുമ്പോൾ അദ്ദേഹം ഇതിങ്ങനെ തളിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നത് എന്താണ് തളിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അതിങ്ങനെ പടർന്ന് പ്രത്യേക കളറിൽ നിൽക്കും. ആ തളിക്കുന്നിടത്ത് നമുക്ക് മഴവില്ല് കാണാം. മനസ്സിലായില്ലേ? ആ ഓയിൽ തളിച്ച് നോക്കിയാൽ പ്രകാശത്തിൽ പല കളർ സ്പെക്ട്രം മുഴുവൻ ഇത് കാണാം. അപ്പോൾ അതൊക്കെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെയാണ് മനസ്സിലായത് അതുകൊണ്ടൊരു പടലം ഉണ്ടാകുമെന്നും അതുകൊണ്ട് കൊതുകിന് ശ്വസിക്കാൻ പറ്റാതാവുന്നു, അതുകൊണ്ട് കൊതുക് പോകുന്നു എന്നൊക്കെ പിൽക്കാലത്ത് പഠിച്ചു. അപ്പോൾ ഇതെനിക്ക് നല്ല ഓർമ്മയുള്ളതുകൊണ്ടും അത് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നതുകൊണ്ടും പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഓർമ്മിച്ച് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം ഈ വെള്ളം തളിക്കുന്നത് പോലെ ആകരുത്, നിങ്ങൾ പടർന്ന് നിൽക്കണം, ചേർന്ന് നിൽക്കണം, ഇഴുകി ചേർന്ന് നിൽക്കുക എന്നുള്ളത്. ഇത് തന്നെയാണ് ഈ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ സന്നിവേശങ്ങൾ നടക്കണം എന്ന് പറഞ്ഞു. അതിനെന്താണ് സന്നിവേശം? സന്നിവേശം എന്ന് പറയുന്നത് കോൺഗ്രിഗേഷൻ ഓഫ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ് എന്നാണ്. അതായത് ഒരേ ചിന്തയോടുകൂടിയ ആൾക്കാരെ അല്ല ഇവിടെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാവരും കൂടെ വന്ന് ഒരേ പ്രാർത്ഥനയും പാടി ഇരിക്കുക എന്നുള്ളതേ അല്ല അവിടെ ഉദ്ദേശിക്കുന്നതാണ്. പലതരത്തിലുള്ള പല ചിന്തകൾ, പല നിറങ്ങൾ, പല വർണ്ണങ്ങൾ, പല രുചികൾ, പിന്നെ രുചികളായിരിക്കുന്ന ആൾക്കാർ വന്നു ചേരുന്നതാണ് നടത്താൻ പറഞ്ഞിരിക്കുന്നത്.
അപ്പം അതുകൊണ്ടാണ് നമ്മൾ പിന്നെ നമ്മുടെ ആഘോഷങ്ങളൊന്നും തന്നെയും കൺവെൻഷണൽ പ്രവർത്തകർക്ക് രുചിക്കുകയില്ല. അവർക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാരണം അവർ കണ്ടുവരുന്നത് വെള്ളയും ഇട്ടുകൊണ്ട് ചുമ്മാ വന്നിരുന്നുകൊണ്ട് അങ്ങ് പാട്ടും പാടി പിന്നെ അരുതി എടുത്ത് പിരിക്കുക എന്നുള്ളതാണ് അവരുടെ ശീലം. അപ്പോൾ അവർക്കിത് ഭയങ്കര അസ്വസ്ഥതയാണ്. പിന്നെ പാടുവിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കും, കാരണം തീർന്നില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ഈ സന്നിവേശം എന്നൊരു വാക്കിട്ടത്. സന്നിവേശം എന്ന പേരിടുമ്പോൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് നല്ല പരിചയമുള്ളൊരു വാക്കാണ്. കാരണം ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് സന്നിവേശം എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ്, സ്പ്ലൈസിങ് എന്നാണ് പറയുന്നത്. സ്പ്ലൈസിങ്, 2 ഫിലിമുകൾ എടുത്തു വെച്ചിങ്ങനെ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നതോ അല്ലെങ്കിൽ ഗം വെച്ച് ഗ്ലൂ ഉണ്ട്, അതിനുള്ള ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നതാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിൽ പിരിയാത്ത രീതിയിൽ ചേരുന്നതാണ് സ്പ്ലൈസിങ്. ഇത് ചേർത്തിനെയാണ് നമ്മൾ മാരീഡ് പ്രിൻ്റ് എന്ന സിനിമയിൽ പറയുന്നത്, മാരീഡ് പ്രിൻ്റ്. അപ്പോൾ അതൊന്നുമില്ല, അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ഈ മാരേജ് എന്ന് പറയുന്ന ഒരു ചേർച്ച എന്ന് പറയുന്ന ഈ സ്പ്ലൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് സമാന മനസ്കരായിരിക്കുന്നവരായിട്ട് തീരുന്നു എന്നുള്ളതാണ്. സംവാദ സൂക്തം എന്ന് പറഞ്ഞൊരു സൂക്തമുണ്ട്, അവസാനത്തെ സൂക്തമാണ് ജീവിതത്തിലെ. അതിനകത്ത് സമാനോമന്ത സമിതി സമാനി എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അതായത് മനസ്സിലുള്ള ചിന്തകളെല്ലാം ഏകമായി തീരട്ടെ, ഇതൊരു സമിതിയായി. സമിതി എന്ന് നമ്മൾ പറയാറില്ലേ, സമിതി എന്ന് പറഞ്ഞാൽ ഏകമനസ്കരായിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടമാണ്. അപ്പോൾ എന്നാൽ ഇതിന് വിപരീതമായിട്ടാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ സന്നിവേശമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സന്നിവേശം കൊണ്ട് കാലക്രമേണ അവരെന്തെങ്കിലും സമിതിയിൽ പ്രവേശിക്കും. എങ്ങനെ? മാനസികമായിരിക്കുന്ന സംസ്കൃതി കൊണ്ട്, സംസ്കരണം കൊണ്ട് പ്രവേശിക്കും. അപ്പോൾ അതിനവിടെ അടിസ്ഥാനപരമായി വേണ്ടത് എന്താണ്? വളരെ ലളിതമായിരിക്കുന്നതും സന്തോഷകരമായിരിക്കുന്നതും പാരസ്പര്യത്തോടുകൂടിയുള്ള പെരുമാറ്റമാണ്. അല്ലാതെ ഗൗരവമായിട്ടിരുന്നുകൊണ്ട് ഞാനൊരു സന്യാസി വര്യനെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിക്കാൻ പോയി. ഞാനും എൻ്റെ സുഹൃത്ത് ജയചന്ദ്രനും കൂടെ പോയി. വലിയ പാടായിരുന്നു. അദ്ദേഹത്തിനോട് സംസാരിച്ച് കിട്ടാൻ തന്നെ പാടായിരുന്നു. പിന്നെ അദ്ദേഹം വളരെ കടുപ്പിച്ച് സംസാരിക്കും. അപ്പോൾ വ്യക്തിപരമായിട്ട് പരമാവധി ആളുകളെ വെറുപ്പിക്കൽ എന്നിപ്പം നമ്മൾ പറയുന്ന വെറുപ്പിക്കൽ സ്വഭാവം അദ്ദേഹം കാണിക്കുമ്പം നമ്മൾ കളഞ്ഞിട്ട് പോകണേ പോട്ടെന്ന് വിചാരിച്ചാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അത് നല്ല കാര്യം തന്നെ, തീർച്ചയായിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ഗുരു സാന്നിധ്യത്തിൽ നമ്മൾ വളരെ പെർസിസ്റ്റ് ചെയ്ത് നമ്മൾ വളരെ പിന്നെ അവധാനതയോടുകൂടി നിന്നാൽ മാത്രമേ ആ കൃപ ലഭിക്കേണ്ട കാര്യമുള്ളൂ. അല്ല നമ്മൾ പോണ വഴിക്ക് മൈതാനത്ത് നടക്കുന്ന മുച്ചിട്ട് കളി നോക്കാൻ പോകുമ്പോൾ അതിൻ്റെ ലാഘവത്തോടുകൂടി സത്സംഗങ്ങളിലോ സാധനങ്ങളിലോ ഒന്നും പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് പിന്നെ ഈ ഗൗരവം എന്ന് പറയുന്നത് വളരെ ഇതായിട്ട് വന്നിരുന്നത്. ശ്രീനാരായണ ഗുരുകുല പ്രസ്ഥാനത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നടരാജ ഗുരു വളരെ സീരിയസ് ആയിരുന്നു, വളരെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു, വളരെ കർക്കശമായിരിക്കുന്ന നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അദ്ദേഹം പഠിച്ച രീതി, അദ്ദേഹത്തിനെ തൊട്ടുപിറകെ വന്ന ഗുരു നിത്യനീതിയാകട്ടെ വളരെ ആൾക്കാരുമായിട്ട് ഇടപഴകി ഒരു കാർക്കശ്യവുമില്ലാതെ സംഗീതം, ചിത്രരചന, സഹജീവനം മുതലായ എല്ലാ കാര്യങ്ങളിലൂടെയും പോകുന്നതായിട്ട് കാണാം. അതിനുശേഷം വരുന്ന ഇപ്പോൾ പ്രസൻറ്റ് ഗുരു എന്ന് പറയുന്നത് മുനി നാരായണപ്രസാദ സ്വാമിയാണ്. അദ്ദേഹം വീണ്ടും വളരെ സീരിയസാണ്. അദ്ദേഹം സീരിയസാണ്. അപ്പം ഞാനെപ്പോഴും പറയാറുള്ളത്, അവിടെ ആ ഗുരുകുല അധ്യക്ഷന്മാരെന്ന് പറയുന്നവർ ആ പിന്നെ ചിത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകൃതിയിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രസകരമായ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിന് അന്ന് പിറന്നാളിലന്ന് അവിടുത്തെ ജനിച്ച വീട്ടിൻ്റെ അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനൊരു ഭാഗ്യമുണ്ടായി. അപ്പം ഞാനിത് തന്നെയാണ് പറഞ്ഞത്, ഇങ്ങനെ ഒരു പരമ്പരയിൽ വരുന്ന ഒരു രസകരമായ, അത് വേറെ ഒരു പ്രസ്ഥാനത്തിനും ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകിൽ എല്ലാം സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഒന്നുകിൽ എല്ലാവരും വളരെ ലോലന്മാരായിരിക്കുന്ന ആൾക്കാരായിരിക്കും, സഹൃദയന്മാരായിരിക്കും. സഹൃദയം മറ്റവർക്ക് ഇല്ല എന്നല്ല അർത്ഥം, അതൊരിക്കലും പുറത്ത് കാണിക്കാത്ത സീരിയസ്നെസ്, പൗരുഷമായിരിക്കുന്ന സ്വഭാവം, ചില മാതൃസഹജമായ സ്നേഹത്തോടു കൂടിയുള്ള സ്വഭാവം. അപ്പോൾ ഇത് രണ്ടും മനുഷ്യന് ഒരേ തുല്യാവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ശരിയായ ഗൗരവം ഉണ്ടാവുള്ളൂ. ശരിയായ ഗൗരവം ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്? ശരിയായ ഗൗരവം എന്ന് പറയുന്നത് ഗൗരവം വേണ്ടിടത്ത് ഗൗരവവും, ഗൗരവം വേണ്ടാത്തിടത്ത് ഗൗരവം ഇല്ലായ്മയും. ഈ കഴിഞ്ഞ ഒരു 5-6 ദിവസങ്ങൾക്കിടയിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി. ഒരു കുട്ടി, ഒരമ്മ പിന്നെ കുട്ടിയെ കുട്ടി എന്തെന്ന് ചോദിക്കുമ്പം
കുട്ടിയെടുത്ത് ദേഷ്യപ്പെടുന്നു. അപ്പോൾ തന്നെ അവർ ഓർക്കുന്നു, അതായത് പേരൻറ്റിങ് ക്ലാസ്സിനകത്ത് ആരോ പറഞ്ഞത് ഓർക്കുന്നു. അവരൊന്നുകൂടെ റിഹേഴ്സ് ചെയ്യുന്നു, മര്യാദയ്ക്ക് പറയാൻ വേണ്ടി റിഹേഴ്സ് ചെയ്തിട്ട് വീണ്ടും അതിനോട് വിളിക്കുമ്പോൾ വീണ്ടും മറ്റേതായി പോകും. വീണ്ടും റിഹേഴ്സ് ചെയ്ത് ഒന്നുകൂടെ മര്യാദയാക്കിയിട്ട് വീണ്ടും വിളിക്കുമ്പോൾ വീണ്ടും മറ്റേതായി പോകും എന്ന് പറയുന്നത്. ഇത് ഗ്രൂവിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് വളർന്നു വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ആ ഒരു കാര്യക്ഷ്യം, അവർക്കൊരു പിയർ പ്രഷർ വരുന്നൊരു സമയത്ത്, അതായത് ഒരു 10ാം ക്ലാസ് കഴിയുന്നൊരു സമയത്ത് അച്ഛനമ്മമാരിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ടെൻഡൻസിയിലേക്ക് അവർ പോകും. അത് സ്വാഭാവികമാണ്. സൈക്കോളജിക്കലി അത് പിന്നെ അങ്ങനെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഒരു കൂട്ടുകാരുമായിട്ടുള്ള ഒരു ഇടപഴകൽ മാത്രമേ താല്പര്യം കാണിക്കുള്ളൂ. അവർക്ക് മാത്രമേ ശരിയായിട്ട് ബുദ്ധിയുള്ളൂ, നമ്മുടെ ഇഷ്യൂസൊക്കെ അവർക്കേ അറിയാൻ പറ്റുള്ളൂ എന്നൊരു തോന്നലങ്ങ് വരികയും അതങ്ങ് കീപ്പിക്കുകയും ചെയ്യും. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ കപടമായിരിക്കുന്ന ഗൗരവത്തിൻ്റെ ഇതാണ്. അപ്പോൾ ആ ഗൗരവം കപടമാക്കി വെച്ചിരിക്കുന്ന ആ സീരിയസ്നെസ് ഒന്ന് അയച്ചിട്ട് പിന്നെ കുറച്ചുകൂടെ മയത്തോടുകൂടി സംസാരിക്കാനും പെരുമാറാനും പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ആധ്യാത്മികതയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ കാര്യം. അതുണ്ടാകുന്നതിന് തിരിച്ചറിവ് ഉണ്ടാകാൻ കുറേ സമയമെടുക്കുമല്ലോ. അതുകൊണ്ട് ഇത് അപകടമാണ് എന്ന് തിരിച്ചറിയുന്നത് തന്നെയായിരിക്കും നല്ലത്. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. മാത്രമല്ല, നമ്മൾ അനാവശ്യമായിട്ട് ഒരു കർമ്മം സ്വീകരിക്കുകയും ചെയ്യും. നമ്മളൊരു സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു അൺനെസസറി ഒരു ഇമോഷണൽ വൈബ്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് തന്നെ ദോഷമാണ്. ഒന്നുകിൽ നമ്മൾ പോകാതിരിക്കുക, അല്ലെങ്കിൽ പോയാൽ അതുമായിട്ട് ഇഴുകിച്ചേരാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയാൽ മദ്യപിക്കണം എന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ വിചാരിച്ചുള്ളത്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു സാറെന്ന് പറഞ്ഞുകൊണ്ട് പോയി മദ്യപിച്ചത്, അതല്ല പറഞ്ഞത്. മനസ്സിലായില്ലേ? എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും ഉണ്ട്. അവർ ഈ പണ്ടൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൻ്റെ ഏറ്റവും മുമ്പിൽ ഡ്രൈവറിൻ്റെ അടുത്ത് പോയി നിൽക്കും. സാധകന്മാരാണ്. ഞങ്ങൾ കർണാടകത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി ധ്യാനിക്കുക എന്നുള്ളത് ഞങ്ങൾ 3-4 സുഹൃത്തുക്കളാണ്. അപ്പോൾ അതിൽ ഒരാൾക്ക് വേറെ ആരും ദേഹത്തോടൊന്നും ഇഷ്ടമല്ല. അദ്ദേഹം എന്ത് ചെയ്യും, നേരെ ബസ് കയറിയ ഉടൻ തന്നെ, കർണാടകത്തിലെ ബസ്സുകളൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പം ഞങ്ങൾ ഷർട്ട് ധരിച്ചിട്ടുമില്ല, അതും കൂടെ ഓർമ്മിച്ചാണ്. ഷർട്ടൊന്നും ധരിച്ചിട്ടില്ല. ഞങ്ങളിങ്ങനെ നാടോടികളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. വേറെ ബാഗും ഒന്നുമില്ല, ഒരു സഞ്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ മുമ്പ് പോയി നിൽക്കും, ഇവിടെ നിൽക്കാൻ നമുക്ക്, കാരണം കോണ്ടാക്റ്റുകളുണ്ടാവില്ല. അദ്ദേഹം ഇപ്പം വിവാഹിതനാണ്, കുട്ടികളൊക്കെ ആയിട്ട് സ്വസ്ഥമായിട്ട് കഴിഞ്ഞു കൊടുക്കും. വെറുതെ ആ ബസ്സിൻ്റെ മുമ്പ് കിടന്ന് ചൂടായതും മാത്രം വെച്ച ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? ഇതുപോലുള്ള അവസ്ഥകളല്ല ആത്മീയമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ജീവിതമായിട്ട് നോ പറയുന്ന ഒരു സംഗതിക്കും ആത്മീയതയിൽ ഒരു വിലയുമില്ല. പിന്നെ ഈ ആളുകൾ പല കസർത്തലും കാണിക്കും, വലിയ കാര്യമൊന്നുമില്ല. സാറിൻ്റെ ചോദ്യം അത് തന്നെയായിരുന്നല്ലോ, തീർന്നല്ലേ? ശരി, അപ്പോൾ അത്രേ ഉള്ളൂ.